അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിലൂടെ സഹായം പ്രതീക്ഷിക്കുന്ന സ്വഹാബിയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അന്ന ഖാലിദ് ബിനുൽ വലീദ് ഫഖദ് ഖലൻ സുവത ലഹു യൗമ യർമുഖ് ഫഖാല ഉത്ലുബൂഹ ഫലം യജിദൂഹ ثم طلبوها فوجدوها فقال خالد اعتمر رسول الله صلى الله عليه وسلم فحلق رأسه فابتدر الناس جوانب شعره فسبقتهم إلى ناصيته فجعلتها في هذه القلنسوة فلم أشهد قتالا وهي معي إلا رزقت النصر. പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിം സേനയുടെ നായകൻ മഹാനരായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊപ്പി നഷ്ടപ്പെടുകയുണ്ടായി. ഉടൻ തന്നെ മഹാനവറുകൾ മറ്റുള്ള സ്വഹാബികളോട് നഷ്ടപ്പെട്ട തൊപ്പി കണ്ടുപിടിക്കാൻ കൽപ്പിക്കുകയും അവസാനം ശക്തമായ തിരച്ചിലിനൊടുവിൽ തൊപ്പി തിരിച്ചു കിട്ടുകയും ചെയ്തു. അതാകട്ടെ കേവലം ഒരു പഴകിയ തൊപ്പിയും. ഇത്രയും ഒരു പഴകിയ തൊപ്പിക്ക് വേണ്ടിയാണോ യുദ്ധത്തിനിടയിൽ പോലും തിരഞ്ഞത് എന്നൊരു സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള സ്വഹാബികളോട് ഇങ്ങനെ പറയുകയാണ്. ഒരിക്കൽ ഉംറ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലുണ്ടായിരുന്ന തിരുകേശങ്ങൾ സ്വഹാബികൾക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് എനിക്കും ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുകേശം എൻ്റെ ഈ തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു യുദ്ധത്തിന് പോകുമ്പോഴും ഞാൻ ഈ തൊപ്പി ധരിച്ചല്ലാതെ പോവാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ധരിച്ചുള്ള മുഴുവൻ യുദ്ധങ്ങളിലും എനിക്ക് വിജയം ലഭിക്കാറുണ്ട്. ഈ ചരിത്ര സംഭവം ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭരായ നിരവധി ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. 1 മുസ്നദ് അബീ യഅല, 2 അൻ-നജ്മു സാഖിബ് ഫി അഷ്റഫിൽ മനാഖിബ്, 3 അൽ ബിദായത്തു വന്നിഹായ, 4 അത്ത്-തബഖാത്ത്, 5 ഇബ്നു അസാക്കിർ, 6 ബിഅയ്യത്തു തലബ് ഫി താരീഖ് ഹലബ്, 7 അൽ-ദഹബി ഫി സിയറിൽ അഅലാം, 8 ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ, 9 ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അൽ-മുഅ്ജമുൽ കബീർ, 10 ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മത്വാലിബുൽ ആലിയ, 11 ഹാഫിള് ഇബ്നുൽ ജൗസി സിഫത്തുസ് സുഫ്വ, 12 ഇമാം ഹാഫിള് നൂറുദ്ദീൻ അൽ-ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മഉസ് സവായിദ്, 13 ഇമാം ഹാഫിള് സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ ഖുബ്റ. മുജാഹിദുകൾ പൊക്കി പറയാറുള്ള അവരുടെ നേതാവ് കൂടിയായ ഷൗക്കാനി ദുററുസ് സ്വഹാബയിലും ഈ ചരിത്ര യാഥാർത്ഥ്യം രേഖപ്പെടുത്തി. എന്താണ് ഇവിടെ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ബറക്കത്തിനു വേണ്ടി സ്വന്തം തൊപ്പിയിൽ പിടിപ്പിച്ചുകൊണ്ട് യുദ്ധങ്ങളിൽ വിജയം കൈവരിക്കുന്നു. അദൃശ്യമായ നിലക്ക് തന്നെയുള്ള സഹായം മഹാനവറുകൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവാണ് മുഴുവൻ സഹായത്തിൻ്റെയും ഉറവിടമെന്ന് മനസ്സിലാക്കാത്തവരല്ല സ്വഹാബികൾ മുഴുവനും. ഇതൊക്കെ ഇന്നുള്ള പുത്തൻവാദികൾക്ക് കേവലം ഖുറാഫത്തും ബിദ്അത്തും അന്ധവിശ്വാസവും ഒക്കെ തന്നെയായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് നിന്നിരുന്ന തിരുകേശത്തിൽ നിന്ന് പോലും സ്വഹാബത്ത് സഹായം പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കുകയും മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കുകയും ചെയ്ത സ്വഹാബികളാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. അവർക്കൊന്നും മനസ്സിലാകാത്ത ശിർക്കാണ് ഇന്നുള്ള ചിലർക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അതിനു പുറമെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുന്നു. ഇത് ശിർക്കനാശയമുള്ള സംഭവമാണെങ്കിൽ മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഇമാമുകൾ അവരാരും അതെടുത്ത് ഉദ്ധരിക്കുകയോ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തുകയോ ചെയ്യില്ലായിരുന്നു എന്നുകൂടി ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.